ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു പാർട്ടാണ്, സബ് കോൺട്രാക്റ്റാണ് നമുക്കതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട്. സബ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ മെയിൻ കോൺട്രാക്റ്റിൻ്റെ സ്പെസിഫിക് പോർഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരാൾക്ക് നമ്മൾ അലോട്ട് ചെയ്യാണ് അല്ലേ. അതായത് കോൺട്രാക്ടർ എൻറ്റേഴ്സ് ഇൻ ടു അനദർ കോൺട്രാക്ട് അല്ലേ, ടു ഗിവ് എ പോർഷൻ ഓഫ് ദി വർക്ക് എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് സബ് കോൺട്രാക്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ദെൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലംബിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു കോൺട്രാക്ടർക്ക് സബ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നമ്മളുടെ സബ് കോൺട്രാക്റ്റ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സബ് കോൺട്രാക്റ്റ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ കോസ്റ്റ് ഓഫ് ദി സബ് കോൺട്രാക്ട് ഈസ് ഡെബിറ്റഡ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ട് അല്ലേ. ഈ ഒറ്റ കാര്യം മാത്രം നമ്മൾ ഇതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി. സബ് കോൺട്രാക്ട് വരുമ്പോൾ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്, ബാക്കിയൊന്നും എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. സബ് കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ഡെബിറ്റിൽ എഴുതുന്നു, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് തുടങ്ങുന്നു. കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതാൻ പോകുന്ന സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് വേജസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് എത്രയാണ്, 6,900 ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഒപ്പം എന്ത് തന്നിട്ടുണ്ട്, നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് 34,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇതെന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് മെറ്റീരിയൽസ് ഇഷ്യൂഡ് 34,000, ഡയറക്റ്റ് വേജസ് എഴുതി, 2 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിട്ടു പോകാണ്ടിരിക്കാനാണ് കേട്ടോ തന്ന ഐറ്റംസ് ആദ്യം നമ്മൾ അതിലെഴുതുന്നത്. ഇനി സ്റ്റോഴ്സ് ഇഷ്യൂഡ് 3,800 ഉണ്ട്. ദെൻ അതേപോലെ തന്നെ സബ് കോൺട്രാക്ട് കോസ്റ്റും ഉണ്ട് 6,300. ഇത് രണ്ടും ഡെബിറ്റിലാണ് എഴുതേണ്ടത് അല്ലേ. സബ് കോൺട്രാക്ട് ഡെബിറ്റിലാണ് നമ്മൾ പറഞ്ഞു. സ്റ്റോഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പെൻസ് ആണ്, നമുക്കറിയാം ഏത് സൈഡിലാണ്, ഡെബിറ്റിലാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് എന്തെഴുതി, സ്റ്റോഴ്സ് ഇഷ്യൂഡ് എഴുതി. ദെൻ അതേപോലെ തന്നെ സബ് കോൺട്രാക്റ്റും നമ്മൾ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി അതിന് ശേഷം നമുക്ക് എഴുതാനുള്ളത് എന്താണ്, ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റോഴ്സ് റിട്ടേൺഡും ഉണ്ട്, പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതും തന്നിട്ടുണ്ട് അല്ലേ. ഈ സ്റ്റോഴ്സ് റിട്ടേൺഡും പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതും, ഇത് സ്റ്റോഴ്സ് റിട്ടേൺഡ് ഏത് സൈഡിൽ എഴുതാൻ നമുക്കറിയാം, എവിടെയാണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലാണ്. പ്ലാന്റ് അറ്റ് കോസ്റ്റ് എവിടെയാണ് എഴുതുക, ഡെബിറ്റിലാണ് എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിലോട്ട് വന്നു, നമ്മൾ എന്തെഴുതു, പ്ലാന്റ് ഇൻസ്റ്റാൾഡ് അറ്റ് കോസ്റ്റ് 12,000 അല്ലേ. ഇനി ബാക്കി നമ്മളുടെ സ്റ്റോഴ്സ് റിട്ടേൺ എഴുതേണ്ടത് എവിടെയാണ്, ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിൽ അത് എഴുതുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം എന്ത് എഴുതണം, വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് വന്ന് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. കോൺട്രാക്റ്റ് പ്രൈസ് 60,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ആർക്കിടെക്റ്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ 4/5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് കിട്ടി. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നിട്ടുണ്ട്, എത്രയാണ്, 2,600 ആണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഭാഗം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് വന്നു. എങ്ങനെയാണ്, ക്വസ്റ്റ്യനിലോട്ട് വന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതി അല്ലേ. അതിൽ ഫസ്റ്റ് പോർഷൻ വർക്ക് സർട്ടിഫൈഡ് ആണ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ്, 60,000ൻ്റെ 4/5 ആണ്. ദാറ്റ് ഈസ് 48,000 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 48,000 എഴുതി. വർക്ക് അൺസർട്ടിഫൈഡ് 2,600 നമ്മൾ നേരത്തെ കണ്ടു, രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതി. എത്ര കിട്ടി, 50,600. ഇനി നമ്മൾ നേരത്തെ എഴുതാൻ മാറ്റി വെച്ച സ്റ്റോഴ്സ് റിട്ടേൺഡ് ഉണ്ടല്ലോ, അതെടുത്ത് ക്രെഡിറ്റിൽ എഴുതി. എത്രയാണ്, 550 അല്ലേ. 550 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമ്മൾ ആദ്യം എഴുതിയത് അല്ലേ, അതെഴുതി. ഇനി അഡീഷണൽ ഇൻഫർമേഷനിൽ ഫസ്റ്റ് 1 എഴുതി. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ് ടു 31 ഡിസംബർ വരെ എത്രയാണ്, 4,800 ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് കോസ്റ്റാണ് തന്നിട്ടുള്ളത്. ഏതാണ്, കോൺട്രാക്റ്റ് ബിഗിനിങ് എന്ന് പറയുന്നത്
ജാനുവരിയാണ്, എൻഡ് എന്നാണ് ഡിസംബറാണ്. അപ്പോൾ നമുക്ക് മന്തിൻ്റെ പ്രശ്നം ഇവിടെ വരില്ല. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, മന്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഫുൾ ഇയർ ആണ്. അപ്പോൾ 4800 നമ്മൾ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാന്റ് എഴുതി. പ്ലാന്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റിനെ ക്രെഡിറ്റിൽ എഴുതും. അപ്പോൾ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്, പ്ലാന്റ് അറ്റ് സൈറ്റ് എത്രയാണ്, ഡെബിറ്റിൽ എഴുതിയത് 12,000. ആ 12,000 നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. 4800 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ മൈനസ് ചെയ്ത് അതെന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ് അല്ലേ. ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇതെടുത്തു, ഈ സംഭവം എടുത്തു. ഇനി മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിൽ കോൺട്രാക്റ്റ് കഴിയുന്ന സാഹചര്യത്തിൽ എത്രയുണ്ട്, 5,000. ആൻഡ് സ്റ്റോർസ് അറ്റ് സൈറ്റ് എത്രയുണ്ട്, 400 ഉണ്ട് അല്ലേ. ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തതാണ്, അത് തിരിച്ചു വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അതായത് എക്സ്പെൻസ് എന്ന് അത്രയും നമുക്ക് കുറഞ്ഞ് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, മെറ്റീരിയൽ അറ്റ് സൈറ്റ് എത്രയാണ്, 5,000 ആണ് അല്ലേ. അത് നമ്മൾ എഴുതി, ഇത് രണ്ടും എഴുതിയതാണ് കേട്ടോ. ഇനി സ്റ്റോർസ് അറ്റ് സൈറ്റ് എത്രയാണ്, 400 ആണ്, അത് എഴുതി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്ന് പറയുന്നത് 40% ഓഫ് ദി ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് എത്രയാണ്, 6,900 ആണ്. അപ്പോൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്, നമ്മളുടെ ഡെബിറ്റിൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് 6,900 × 40/100 എത്രയാണ്, 2,760 അല്ലേ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്തു. ഇത്രയും സമയം നമ്മൾ പഠിച്ചതിലൊക്കെ എന്തായിരുന്നു, നോഷണൽ പ്രോഫിറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ പ്രോഫിറ്റ് അല്ല, എന്താണ് വന്നിട്ടുള്ളത്, ലോസ് ആണ്. അതായത് ഈ ഒരു സൈഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടിയിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ എന്താണ്, ലോസ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്, ക്രെഡിറ്റിൽ ബാലൻസ് നമ്മൾ എഴുതി. എന്ത് പറഞ്ഞിട്ടാണ്, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ലോസ് ആണ്, ലോസ് എമൗണ്ട് എഴുതി. ലോസിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ എമൗണ്ട് ഓഫ് ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോ പ്രോബ്ലം, ബാലൻസ് എഴുതി. അതോടുകൂടിയിട്ട് നമ്മളുടെ ആ ഒരു സെഗ്മെൻറ്റ്, അതായത് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സബ് കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ സബ് കോൺട്രാക്റ്റിനെ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ആ വാല്യൂ നമ്മളെടുത്ത് എഴുതണം. ബാക്കിയൊക്കെ എങ്ങനെ തന്നെയാണ്, നമ്മൾ എങ്ങനെയാണോ ചെയ്തു പോന്നിരുന്നത് അതേപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചെയ്യാനുള്ളത്. ഇനി ഇതിനകത്ത് വരുന്ന ഒരു കുഞ്ഞ് ഒരു സെഗ്മെൻ്റാണ് ഇതെന്ന് പറയുന്നത് കോൺട്രാക്റ്റ് നിയറിങ് കംപ്ലീഷൻ. അതായത് നമ്മൾ ഇത്രയും കാലം ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം കുറച്ചധികം കഴിയാനുണ്ടായിരുന്നു അല്ലേ. ഇവിടെ എന്താണ്, നിയറസ്റ്റ് ടു കംപ്ലീഷൻ ആണ് അല്ലേ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വരുന്ന സാഹചര്യത്തിൽ അവിടെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഏകദേശം കഴിയാനായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇങ്ങനെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ, നമ്മളെ ഒരു കോൺട്രാക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, അതായത് നമ്മൾ കഴിഞ്ഞത് വരെയുള്ള ടോട്ടൽ കോസ്റ്റ് ടു ദി ഡേറ്റ് പ്ലസ് എന്താണ്, ബാക്കി വരുന്ന എസ്റ്റിമേറ്റഡ് അഡീഷണൽ എക്സ്പെൻസസ് അല്ലേ. എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ എക്സ്പെൻസസ് അല്ലേ. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എവിടെ നിന്ന് മൈനസ് ചെയ്യാണ്, കോൺട്രാക്റ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അതായത് ഈ ഫസ്റ്റ് ഫിഗർ ഇതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം അല്ലേ. ഇത് നമുക്ക് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് 2 നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടോട്ടൽ കോസ്റ്റ് ടു ദ ഡേറ്റും ദെൻ അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അതായത് വരാനിരിക്കുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റ് പ്രൈസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. നോഷണൽ പ്രോഫിറ്റ് അല്ല, നമ്മളുടെ നിയറസ്റ്റ് കംപ്ലീഷൻ ആണെങ്കിൽ അവിടെ പറയുന്ന പേരെന്താണ്, എസ്റ്റിമേറ്റഡ്
പ്രോഫിറ്റാണ്. ഈ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, അതാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. ഇവിടെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങളിതിൽ ഫസ്റ്റ് വണ്ണ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ 1-2 എണ്ണം എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇവിടെ എന്താണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു, നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു എന്ന് പറഞ്ഞ പോലെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു എങ്ങനെയാണ് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് അല്ലേ. അപ്പോൾ അതാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയും. പിന്നെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 എണ്ണം അല്ലെങ്കിൽ 1-2 എണ്ണം എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും അഡീഷണൽ എക്സ്പെൻഡിച്ചറും കൂടി ആഡ് ചെയ്ത് കോൺട്രാക്ട് പ്രൈസ് എന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുകയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ എഴുതി കോൺട്രാക്ട് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 3,06,000 അല്ലേ. ലെസ് എന്തൊക്കെയാണ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ടു ദ ഡേറ്റ് അല്ലേ. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ദ ഡേറ്റും എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറുമാണ് അല്ലേ. അപ്പോൾ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതിയത് ചെറിയ മിസ്റ്റേക്കാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് എത്രയാണ്, 1,70,000 ആണ്. ഇനി എസ്റ്റിമേറ്റഡ് ഫർദർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 34,000 ആണ് അല്ലേ. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ട് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്ര കിട്ടി, 1,02,000 കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഇത് മാത്രം മതി. നമ്മൾ എല്ലാ ഇക്വേഷനും കൂടി ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റും കൂടി വേണം. നമുക്കറിയാം നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ഫ്രം ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, അഡീഷണൽ എക്സ്പെൻഡിച്ചർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുകയാണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി അതിനകത്ത് നമ്മളെങ്ങനെയാണ് നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് കോസ്റ്റ് അപ് ടു ദി ഡേറ്റ് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ് അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വർക്ക് സർട്ടിഫൈ ചെയ്തതും വർക്ക് അൺസർട്ടിഫൈ ചെയ്തതുമാണ് അല്ലേ. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, 2,70,000. അപ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടി എത്രയാണ്, 2,70,000. അതിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് അതായത് കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്റ്റിൻ്റെ എക്സ്പെൻസ് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നോഷണലാണ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ദ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1,70,000 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, നോഷണൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടു ഡേറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ഫുൾ പ്രൈസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത കോസ്റ്റും കംപ്ലീറ്റ് ചെയ്യാനുള്ള കോസ്റ്റും കൂടി മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. ഇനി നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നു, ആദ്യത്തെ ഇക്വേഷൻ എഴുതുന്നു, നമ്മൾ എന്ത് ചെയ്യാണ്, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് കിട്ടുന്നു അല്ലേ. ഇനി ഇതാണ് ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ള 3 തിയറി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആണ്. ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആലോചിക്കുക, ഇവിടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. ദ കോൺട്രാക്ടർ ഈസ് പെയ്ഡ് അല്ലെങ്കിലാണ് ആക്ച്വൽ കോസ്റ്റ് ഇൻക്രീഡ് പ്ലസ് 13% ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഗവൺമെൻറ് കോൺട്രാക്റ്റുകളുടെ ചില കേസസിൽ
നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതായത് ആക്ച്വൽ കോസ്റ്റ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത് എസ്റ്റിമേറ്റഡ് ആണ് കേട്ടോ. നമ്മൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്താണല്ലോ നമുക്ക് ആക്ച്വൽ കിട്ടുക. ഇവിടെ നമുക്ക് ഒരു എസ്റ്റിമേഷൻ പോസിബിൾ അല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഏത് യൂസ് ചെയ്യാറുള്ളത്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കോൺട്രാക്ടർക്ക് കോസ്റ്റും കൊടുക്കും, ദെൻ ഒപ്പം തന്നെ എ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലേ, സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആക്ച്വൽ കോസ്റ്റിനോട് കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ കോൺട്രാക്റ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കോൺട്രാക്റ്റിക്ക് കോൺട്രാക്ടറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ. കാരണം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മളുടെ കോൺട്രാക്റ്റിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, കോൺട്രാക്ടറുടെ അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് കോസ്റ്റും then അതേപോലെ തന്നെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റുമാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, പ്രൈസ് ആയിട്ട് കോൺട്രാക്റ്റി ആർക്ക് കൊടുക്കുന്നത്, കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെയാണ് പിന്നെ പറയുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം 2 ക്ലോസുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളുടെ എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസും ആണ് അല്ലേ. എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്, ഈ പ്രൊവൈഡ് a right to increase the contract price അല്ലേ, increase the contract price if the price of the input increases അല്ലേ. ആർക്കുള്ള റൈറ്റാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ, ആർക്കുള്ള റൈറ്റാണ്, നമ്മളുടെ കോൺട്രാക്ടർക്കുള്ള റൈറ്റാണ്. എന്തിനുള്ള റൈറ്റ്, നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ഇൻപുട്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൺട്രാക്ടർക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, കോൺട്രാക്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, എസ്കലേഷൻ ക്ലോസ് എന്നതോട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റൈറ്റ് ടു റെഡ്യൂസ്, നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റൈറ്റ് ടു reduce the price of the contract. എങ്ങനെയാണെങ്കിൽ ഇൻ ദി ഇവൻറ്റ് ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കുക ആർക്കായിരിക്കും അത് ബെനിഫിറ്റ് ഉണ്ടാവുക, കോൺട്രാക്റ്റീക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇതാരായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, കോൺട്രാക്റ്റീ ആണ് അല്ലേ. അതാണ് ഇഫ് ദ പ്രൈസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൺട്രാക്റ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഡി എസ്കലേഷൻ ക്ലോസ് അല്ലേ. ചെറിയൊരു പോയിന്റ് റെഡ്യൂസ് ചെയ്താലും നമ്മൾ ചെയ്യില്ല കേട്ടോ. എന്താണ്, ഒരു സെർട്ടൻ പെർസെൻറ്റേജിന് എന്ത് ചെയ്യാണ്, അപ്പുറത്തേക്ക് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയൊക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിറ്റുവേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കോൺട്രാക്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിബേറ്റ് ഫോൾ ഇൻ പ്രൈസ് വരുന്ന സാഹചര്യത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 3rd ചാപ്റ്റർ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.